ഇനി മൊഡ്യൂൾ 1 നമ്മൾ നോക്കാനുള്ളത് പൈത്തൺ ഫണ്ടമെൻറ്റൽസ് ആണ്. അപ്പോൾ പൈത്തൺ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കമ്പൈലറോ ഇൻ്റർപ്രിറ്ററോ യൂസ് ചെയ്യാം. പൈത്തൺ ഒരു ഇൻ്റർപ്രിറ്റഡ് ലാംഗ്വേജ് ആണ്. സോ നമ്മൾ കമ്പൈലറും ഇൻ്റർപ്രിറ്ററും, അതായത് ട്രാൻസ്ലേറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം. കമ്പൈലർ ഒരു എൻ്റെ പ്രോഗ്രാമിനെ ഫുൾ സ്കാൻ ചെയ്തിട്ടായിരിക്കും എറേഴ്സ് തരുന്നത്. അത് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അതിനെ എക്സിക്യൂട്ട് ചെയ്യാം. അതേസമയം ഇൻ്റർപ്രിറ്റർ എന്ന് പറഞ്ഞാൽ ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കും. ഒരു ലൈൻ കൊടുക്കും, എറർ ഉണ്ടെങ്കിൽ അതിനെ റിസോൾവ് ചെയ്തതിനു ശേഷം മാത്രമേ അടുത്ത ലൈനെ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. സോ കമ്പൈലർ ഫാസ്റ്റാണ്, ഇൻ്റർപ്രിറ്റർ സ്ലോ ആണ്. പിന്നെ സാധാരണ ഒരു മെമ്മറിയുടെ ആവശ്യം കമ്പൈലറിന് വരും, പക്ഷേ ഇൻ്റർപ്രിറ്ററിന് മെമ്മറിയുടെ ആവശ്യം വരുന്നില്ല. ഇനി പ്രോഗ്രാംസ് സിയും C++ ഒക്കെ കമ്പൈലർ വർക്ക് ചെയ്യുന്നതാണ്. ദെൻ പൈത്തൺ, റൂബി, PHP എന്നുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ ഇൻ്റർപ്രിറ്റഡ് ലാംഗ്വേജസ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ പോകേണ്ടത് പൈത്തണിലെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ആൽഫബറ്റ്സ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ ക്യാരക്ടർ സെറ്റായിട്ട് വിളിക്കും. കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വാല്യൂസ് ചേഞ്ച് ചെയ്യാത്ത കാര്യങ്ങളാണ് കോൺസ്റ്റൻറ്റ്. വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി ലൊക്കേഷൻസിന് നമ്മൾ കൊടുക്കുന്ന ഓൾട്ടർനേറ്റ് നെയിമാണ് വേരിയബിൾ നെയിം. കീവേഡ്സ് ഉണ്ട്. കീവേഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ ഡിഫൈൻഡ് വേർഡ്സ് ആണ്. കീവേഡ്സിൻ്റെ മീനിങ് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. വേരിയബിൾസിൻ്റെ കേസിൽ വേരിയബിളിൻ്റെ നെയിമിങ് കൺവെൻഷൻസ് ചോദിക്കാം, റൂൾസ് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു വേരിയബിൾ നമ്മൾ ആക്ടിവിറ്റിയിൽ ചെയ്ത പോലെ തന്നെ കുറേ വേരിയബിൾ നെയിംസ് തന്നിട്ട് അതിനകത്ത് ഏതാണ് നെയിംസ് കറസ്പോണ്ടിങ് ടു എ വേരിയബിൾ നെയിം ആൻഡ് വിച്ച് വൺ ഈസ് നോട്ട് ബിലോങ്ങിങ് ടു എ വേരിയബിൾ നെയിം എന്ന് ചോദിക്കാം. അപ്പോൾ അത് നോക്കുക. പിന്നെ പൈത്തനകത്തുള്ള കുറച്ച് കീവേഡ്സിനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ യൂഷ്വലി പൈത്തണിൽ യൂസ് ചെയ്യുന്ന ഡേറ്റ ടൈപ്സ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്പർ, സ്ട്രിംഗ്, ലിസ്റ്റ്, ട്യൂപ്പിൾ, സെറ്റ്, ഡിക്ഷണറി ഒക്കെയാണുള്ളത്. അപ്പോൾ അത് നമ്പേഴ്സിനകത്ത് എന്തൊക്കെ വരും, സ്ട്രിങ്ങിനകത്ത് എന്തൊക്കെ വരും, ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ലിസ്റ്റും ട്യൂപ്പിളും സെറ്റും ഡിക്ഷണറിയൊക്കെ നമ്മളിനി പഠിക്കത്തേ ഉള്ളൂ തേർഡ് മൊഡ്യൂളിൽ. നമ്പേഴ്സിൻ്റെ കാറ്റഗറൈസേഷൻ ഇൻറ്റിജർ, ഫ്ലോട്ട്, കോംപ്ലക്സ് നമ്പേഴ്സ് എന്നാണ്. സ്ട്രിങ് കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. ഒരു സിംഗിൾ ആൽഫബറ്റോ ഒന്നിൽ കൂടുതൽ ആൽഫബറ്റ്സോ കോഡ്സിനകത്ത് മെൻഷൻ ചെയ്യുവാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എയ്തർ സിംഗിൾ കോട്ടിലോ അല്ലെങ്കിൽ ഡബിൾ കോട്ടിലോ മെൻഷൻ ചെയ്യുവാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ സ്ട്രിങ്. അത് പറയുക. സ്റ്റേറ്റ്മെൻറ്റ് ഒരു എക്സ്പ്രഷൻ, അല്ലെങ്കിൽ സാധാരണ നമ്മൾ A+B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്രിൻറ്റ് ഹായ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് ജസ്റ്റ് അങ്ങനെ അറിഞ്ഞിരിക്കുക. പിന്നെ മാത്ത് മൊഡ്യൂൾ നമ്മൾ ഡീറ്റെയിൽ ചെയ്തൊരു വീഡിയോയിൽ നോക്കി. മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാത്ത് മൊഡ്യൂൾ നമ്മൾ കൊടുക്കുന്നത്. അത് ഇമ്പോർട്ട് ചെയ്യണം. മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസും കോൺസ്റ്റൻസിനെ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻപുട്ടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാല്യൂസ് മെമ്മറിയിലേക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഇൻപുട്ട് യൂസ് ചെയ്യാം. പിന്നെ ഓൾറെഡി മെമ്മറിയിലുള്ള വാല്യൂവിനെ ഡിസ്പ്ലേ ഔട്ട് ചെയ്യിക്കാൻ വേണ്ടി, കാണിച്ചു കൊടുക്കാൻ വേണ്ടി യൂസറിന് നമുക്ക് പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം. അപ്പം ഇൻപുട്ടും പ്രിൻറ്റുമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് മെയിൻലി. പിന്നെ നെക്സ്റ്റ് വൺ ഇസ്, അതൊക്കെ അങ്ങനെ പോട്ടെ, ടൈപ്പ് ആൻഡ് ഇറ്റ്സ് കൺവേർഷൻ. ടൈപ്പ് കൺവേർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമുക്കിപ്പോൾ 3.7 ഉണ്ട്, അതിനെ നമുക്ക് ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇതൊരു ഫ്ലോട്ടിംഗ് വാല്യൂ അല്ലേ, അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇത് എന്ത് ചെയ്താൽ മതി, ഇൻഡ് ഓഫ് 3.7 എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്തായി മാറും, 3.7 എന്തായി മാറും, 3 ആയി മാറും. ഓക്കെ, സോ ദിസ് പ്രോസസ് ഈസ് കോൾഡ് ആസ് എന്താണ്, ടൈപ്പ് കൺവേർഷൻ. ഓക്കെ, ഇപ്പോൾ ഇപ്പോൾ നമുക്കൊരു നമ്പർ വാല്യൂ ഉണ്ട്, അതിനെ സ്ട്രിങ് ആക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് കൊടുക്കും, STR of 37. STR of 37 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ 37 എന്തായി മാറും, സ്ട്രിങ് ആയി മാറും. അതിനെ ഔട്ട്പുട്ട് ചെയ്യുന്നത് ഒരു സ്ട്രിങ് ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഒരു സ്ട്രിങ് കൊടുത്തു, ഹായ്. ഓക്കെ, സോ ഹായ് എന്ന് പറഞ്ഞ് കൊടുത്തു, അതെന്താണ്, ഒരു സ്ട്രിങ് ആണ്. പിന്നെ ഫ്ലോട്ടിനെ ഫ്ലോട്ട് ആക്കാനും ഫ്ലോട്ടിനെ ഇൻറ്റ് ആക്കാനും നമുക്കറിയാം. സോ നമുക്ക് ഫ്ലോട്ട് ഓഫ് 3 കൊടുക്കുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും ഡിസ്പ്ലേ ഔട്ട് ആവുക, 3.00 എന്നൊക്കെ പറഞ്ഞ് ഡിസ്പ്ലേ വരും. ഓക്കെ, ഒരു പോയിൻറ്റിന് ശേഷമുള്ള വാല്യൂ വരും ഫ്ലോട്ട് ആക്കുകയാണ്. സോ ദറ്റ് ഇസ് ടൈപ്പ് കൺവേർഷൻ, ചേഞ്ചിങ് ദ ഡേറ്റ ടൈപ്പ് ഓഫ് എ ഡേറ്റ. ചേഞ്ചിങ് ദ ടൈപ്പ് ഓഫ് എ ഡേറ്റ ഈസ് കോൾഡ് ആസ് എന്താണ്, ടൈപ്പ് കൺവേർഷൻ. ഓക്കെ, പിന്നെ എസ്കേപ്പ് സീക്വൻസും അതൊന്നും നമ്മളിപ്പോൾ പഠിക്കേണ്ട. കമൻസും അതൊക്കെ നമ്മളിനി ലാബ് ചെയ്യുമ്പോഴേക്കും മനസ്സിലാവും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ദെയർ പ്രെസിഡൻസ്. ഓക്കെ, ഓപ്പറേറ്റേഴ്സ് ഓരോന്ന് സ്പെസിഫിക് ആയത് എന്താണെന്ന് ചോദിക്കാം. അരിത്തമാറ്റിക്കിനകത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിക്കുന്നത് ഡിവിഷൻ, ഫ്ലോർ ഡിവിഷൻ. ഓക്കെ, ദെൻ മോഡുലസ് ഓപ്പറേറ്റർ. ഇത് ഇൻറ്റിജർ ഡിവിഷനാണ്, ഫ്ലോർ ഡിവിഷൻ അല്ല, ഇൻറ്റിജർ ഡിവിഷനാണ്. ഇത് നോർമൽ ഡിവിഷൻ, ഇത് ഇൻറ്റിജർ ഡിവിഷൻ, മറ്റേത് മോഡുലസ് ഓപ്പറേറ്റർ. ഓക്കെ, പിന്നെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, കമ്പാരിസൺ അല്ലെങ്കിൽ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ്, ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ്, ഇതെല്ലാം ഓപ്പറേറ്റേഴ്സിനകത്ത് ഇപ്പോൾ അതിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓപ്പറേറ്റേഴ്സ് നോക്കേണ്ടത് ഒരേപോലെ ഇരിക്കുന്ന ഓപ്പറേറ്റേഴ്സിനെ തമ്മിൽ വേണമെങ്കിൽ അത് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. ഓക്കെ, സോ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഈക്വൽ ടു ആൻഡ് ഡബിൾ ഈക്വൽ ടു വേണം ഇങ്ങനെ ചോദിക്കാം. ഓക്കെ, എന്താണ് ഡിഫറൻസ് പറഞ്ഞേ, ഇത് ഏത് കൈൻഡ് ഓഫ് ഓപ്പറേറ്റർ ആണ്? സിംപിൾ ഈക്വൽ ടു ആണെങ്കിൽ വി ആർ കോളിംഗ് ഇറ്റ് ആസ് വാട്ട്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് വിളിക്കും. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പാരിസൺ അല്ലെങ്കിൽ ഈക്വാലിറ്റി, കമ്പയർ ചെയ്യാൻ വേണ്ടി. കമ്പാരിസൺ അല്ലെങ്കിൽ ഈക്വാലിറ്റി, ഈക്വൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി
യൂസ് ചെയ്യാവുന്ന ഓപ്പറേറ്ററാണ് ഈക്വൽ ടു. ഓക്കെ, സോ ഫോർ എൻ എക്സാമ്പിൾ എ ഈക്വൽസ് ടു 10 എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ദ വാല്യൂ എ വിൽ ബി സ്റ്റോർഡ് ഇൻ ടു ദ വേരിയബിൾ എ. സോറി, ദ വാല്യൂ 10 വിൽ ബി സ്റ്റോർഡ് ഇൻ ടു ദ വേരിയബിൾ എ. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, എ എന്നുള്ള മെമ്മറി ലൊക്കേഷനിലേക്ക് 10 എന്നുള്ള വാല്യൂ സ്റ്റോർ ആവും. ഓക്കെ, ഇനി എ ഈക്വൽസ് 10 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വി ആർ കമ്പയറിങ് ദ കണ്ടൻറ്റ് ഓഫ് എ വിത്ത് 10. അതായത് ഇതിൻ്റെ ആൻസർ എപ്പോഴും എന്തായിരിക്കും? ഒന്നെങ്കിൽ ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു വേരിയബിളിലേക്ക് വാല്യൂ അസൈൻ ചെയ്യുന്ന പ്രോസസ്സാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? കണ്ടൻറ്റ് ഓഫ് എ ഈസ് ഈക്വലൻ ടു 10 ആണോ നമ്മൾ ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ്. വി ആർ ഇറ്റ്സ് എ റിലേഷൻ, ഈക്വൽ ടു അല്ലെങ്കിൽ റിലേഷൻ അല്ലെങ്കിൽ കമ്പാരിസൺ ഓപ്പറേറ്റർ ആണ്. ഓക്കെ, ഇനി ഓപ്പറേറ്റേഴ്സിൻ്റെ കേസിൽ അങ്ങനെ ചോദിക്കാം. അതേപോലെ തന്നെ ഒരുപോലെ ഇരിക്കുന്ന വേറെ 2 ഓപ്പറേറ്റേഴ്സാണ് ആൻഡ്. എന്താ ഇവർ തമ്മിലുള്ള വ്യത്യാസം? രണ്ടും ആൻഡാണ്. ഈ എഴുതിയിരിക്കുന്ന ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോജിക്കൽ ഓപ്പറേറ്ററാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ബിറ്റ് വൈസ് ഓപ്പറേറ്ററാണ്. എന്താ വ്യത്യാസം? ലോജിക്കൽ ഓപ്പറേറ്ററിൻ്റെ ആൻസർ എപ്പോഴും ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ബിറ്റ് വൈസ് ഓപ്പറേറ്ററിനകത്ത് ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്തായിരിക്കും? ബിറ്റ്സ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ബിറ്റ്സ്, അതായത് 0 ആൻഡ് 0, അങ്ങനെ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? 0. അങ്ങനെ ബിറ്റ്സ് വെച്ചിട്ട് നമുക്ക് 0 അല്ലെങ്കിൽ 1 ആൻസറായിട്ട് കിട്ടുന്നതാണ് ബിറ്റ് വൈസ് ആൻഡിൻ്റെ ഓപ്പറേഷൻ. അതേസമയം ലോജിക്കൽ ഓപ്പറേറ്ററാണ് ആൻഡ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ലോജിക്കൽ ഓപ്പറേഷൻ്റെ റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. അതിൻ്റെ ആൻസറായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് ഓർ അല്ലെങ്കിൽ എന്ത് കൊടുക്കാം? ഈ ഓർ സിമ്പിൾ നോട്ട് എന്ന് പറഞ്ഞു കൊടുക്കാം. നോട്ട് അല്ലെങ്കിൽ ഈ ഒരു ടിൽഡ് സിമ്പിൾ. ഇതൊക്കെ ഒരേപോലെ ആക്ട് ചെയ്യുന്നതാണ്, പക്ഷേ കൊടുക്കുന്ന ഡേറ്റ മാത്രം വ്യത്യാസമാണ്. ഒരാൾക്ക് ലോജിക്കൽ എക്സ്പ്രഷൻസ് കൊടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് ബിറ്റ്സ്, ബൈനറി വാല്യൂസ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, അല്ലേ? രണ്ടിൻ്റെ ഔട്ട്പുട്ട് വ്യത്യാസമായിരിക്കും. അത് ചോദിക്കുവാണെങ്കിൽ ട്രൂത്ത് ടേബിൾ സഹിതം കൊടുക്കാം. ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ലോജിക്കൽ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഷിഫ്റ്റ് എല്ലാം നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ നോക്കിയതാണ്. അതെല്ലാം നോക്കുക. മെമ്പർഷിപ്പിനകത്ത് ഇന്നും ഉണ്ട്, നോട്ട് ഇന്നും ഉണ്ട്. ഒരു സ്ട്രിങ്ങിൽ വേറൊരു സബ് സ്ട്രിങ് പ്രസൻ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഇൻ കൊടുക്കുന്നത്. പിന്നെ അതിനകത്ത് ആൻസർ എപ്പോഴും ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. പിന്നെ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് റെഫറൻസ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അത് നമ്മളിനി പഠിക്കത്തതേ ഉള്ളൂ കേട്ടോ. പിന്നെ അസോസിയേറ്റിവിറ്റി ആൻഡ് പ്രിസിഡൻസ്. ഓക്കെ, അത് ആ ടേബിൾ നോക്കണം. എക്സ്പ്രഷൻ സോൾവ് ചെയ്യാനായിട്ട് എന്തായാലും എക്സാമിനുണ്ട്. അപ്പോൾ എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാൽ പ്രിസിഡൻസ് ആൻഡ് അസോസിയേറ്റിവിറ്റി റൂൾ അനുസരിച്ചിട്ട് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കുറേ ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് പഠിക്കണം. ഓക്കെ, പിന്നെ ഈ ഇതിനകത്ത് നമ്മൾ ടൈപ്പ് കൺവേർഷൻ അല്ലെങ്കിൽ ടൈപ്പ് കൊയേഷൻ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതും ടൈപ്പ് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ടൈപ്പ് ചേഞ്ച് ചെയ്യും. ഓക്കെ, അതായത് ഇപ്പോൾ സേ ഒരു ഇൻറ്റും കൂടെ വർക്ക് ചെയ്യുവാണെങ്കിൽ ആൻസർ ഇൻറ്റിൽ തന്നെ കിട്ടും. അത് കണക്ക് തന്നെ ഒരു ഫ്ലോട്ടും കൂടെ വർക്ക് ചെയ്യുവാണെങ്കിൽ എന്ത് കിട്ടും? നമുക്കൊരു ഫ്ലോട്ടിൽ ആൻസർ കിട്ടും. അതേസമയം ഒരു ഫ്ലോട്ടും ഒരു ഇൻറ്റും കൂടെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എപ്പോഴും എന്തായിരിക്കും? ഫ്ലോട്ടിലായിരിക്കും. ഇത് ഓട്ടോമാറ്റിക്, നമ്മളായിട്ട് ചേഞ്ച് ചെയ്യുന്നതല്ല, ഓട്ടോമാറ്റിക്കാണ്. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് ആസ് ടൈപ്പ് കൊയേഷൻ. ഓക്കെ, അത് മിക്സ്ഡ് മോഡ് അരിത്തമാറ്റിക് എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ ഒന്നെങ്കിൽ സെയിം കൈൻഡോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡേറ്റ ടൈപ്സ് വരുന്ന സമയത്ത് ഹയർ ഡേറ്റ ടൈപ്പിലോട്ട് നമ്മുടെ ആൻസറിനെ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് മിക്സ്ഡ് മോഡ് അരിത്തമാറ്റിക്കിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്